അങ്ങനെ ഞാൻ ആദ്യം തന്നെ തലകെട്ടിൽ നിന്ന് സിലബസിനെ ഒന്ന് നേരെ പിടിച്ചു. എന്നിട്ട് ഞാൻ പേപ്പേഴ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് പേപ്പറിൻ്റെ ആയിരുന്നു. നമ്മളിനി സെക്കൻഡ് പേപ്പറിലേക്കാണ് കടക്കാൻ പോകുന്നത്. കണ്ടിട്ട് ഞെട്ടരുത്. സിലബസിൽ മൊത്തം ഡ്രഗ്സിനെ കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ എല്ലാം ബൊട്ടാനിക്കൽ നെയിമും ഫാമിലിയും എഴുതി വെച്ചിരിക്കുകയാണ്. ഇത്ര മാത്രമല്ല കേട്ടോ. ഇനി ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇതെല്ലാം പഠിക്കണം. ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആണ് ഞാൻ ഡീറ്റെയിൽ ഡ്രഗ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ചിലതൊക്കെ ഇങ്ങനെ ബ്രാക്കറ്റിൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് എത്രാമത്തെ പേജിനാണ് കിടക്കുന്നതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിളുള്ള സമയമായി നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു. സെക്കൻഡ് പേപ്പർ പ്രതീക്ഷിക്കുന്നതിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പേപ്പറായിരുന്നു. ഇത്രയും ദിവസം നമ്മൾ മോഡൽ ക്വസ്റ്റൻസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും MCQ ഭയങ്കര ടഫായിട്ട്, അതായത് പല കോളേജിനുള്ളതൊക്കെ നോക്കിയപ്പോഴത്തേക്കും MCQ ഭയങ്കര കട്ടിയായിട്ട് ഞാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിട്ട് ഞാൻ എനിക്കറിയില്ല, ഇത് ഞാൻ പറയുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. ഇപ്പോൾ സിനോണിംസ് ഒരു ബ്ലാങ്കിൻ്റെ സിനോണിംസ് ആണെങ്കിൽ തന്നെ അത് ഏത് പോർഷനിൽ എത്ര സിനോണിംസ് ഇപ്പോൾ 10 സിനോണിംസ് ഉണ്ടെങ്കിൽ അത് മൊത്തം വെച്ചാൽ നമുക്ക് ചോദിക്കുന്ന ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷമത്തോടെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂട്ട് തന്നിട്ട് അത് ഏത് പഠിക്കാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുന്ന ഒരു വിഷമത്തിൽ ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഇങ്ങനെ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല പ്രശ്നമായിരുന്നു. പിന്നെ അത്രയൊക്കെയുള്ള വീഡിയോ ഇന്ന് കുറച്ച് ഹാപ്പിയാണ്. ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.